ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കേരളത്തിലെ ഇസ്ലാമിക പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രധാനപ്പെട്ട ഒരധ്യായമാണ് വിവിധ സൂഫി തരീഖത്തുകളുടെ വികാസവും വളർച്ചയുമൊക്കെ. ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ കൊളോണിയൽ കാലഘട്ടം മുതൽ തസവുഫ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, വളരെ ആകർഷണീയമായിട്ടുള്ള ഒരു വിഷയമായിട്ട് വർത്തിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. അങ്ങനെ ആയിരിക്കെ തന്നെ അവരുടെ പഠനങ്ങളുടെ രീതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിമർശനങ്ങൾ നിലനിൽക്കുന്നതായിട്ട് കാണാം. ക്രിസ്ത്യൻ മിസ്റ്റിസിസത്തോട് താരതമ്യപ്പെടുത്തി ഇസ്ലാമിലെ തസവുഫ് എന്ന പരമമായിട്ടുള്ളൊരു സങ്കല്പത്തെ ഒരു ഇസമായി, സൂഫിസം ആയി അവതരിപ്പിച്ചതിനെ വളരെ വിമർശനാത്മകമായി കാണുന്ന അക്കാദമിസ്റ്റുകൾ നിലവിലുണ്ട്. ഏതായാലും തലാൽ അസദിനെ പോലെയുള്ള ആന്ത്രപ്പോളജിസ്റ്റുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഇസ്ലാമിൻ്റെ ട്രഡീഷൻ പഠിക്കുന്ന കാര്യത്തിൽ ഒരു ഡിസ്കഴ്സീവ് ട്രഡീഷൻ എന്നുള്ളൊരാശയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഒരു സവിശേഷമായിട്ടുള്ള രീതിശാസ്ത്രം പിന്തുടരണം, താരതമ്യ പഠനങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിശാസ്ത്രങ്ങളെ ഇസ്ലാമിൻ്റെ കാര്യത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നതിലൂടെയോ അത് കൃത്യമായിട്ട് ഒരു ഇൻപുട്ടോ ഔട്ട്പുട്ടോ നൽകിക്കൊള്ളണം എന്നില്ല എന്നുള്ളൊരു കാര്യം തലാൽ അസദ് പറഞ്ഞു വെക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ നിലവിൽ കേരളത്തിലെ മുസ്ലിമീങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ എടുത്തു നോക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ ആഗമനം, മഖ്ദൂമുമാർ, മാപ്പിള സമരങ്ങൾ 1921 തുടങ്ങി ഒരർത്ഥത്തിൽ കേരള ചരിത്രവും മുസ്ലിം ചരിത്രവും ഒക്കെ പരിശോധിച്ചത് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി അടക്കമുള്ള ചില ചരിത്രരചന ശാസ്ത്രങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആലോചനകളിലൂടെയാണ് മുസ്ലിം ചരിത്രം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ തസവുഫിൻ്റെ, സൂഫി തരീഖത്തുകളുടെയൊക്കെ ഒരു പ്രാധാന്യം എന്താണെന്നും അതിൻ്റെ വികാസം എങ്ങനെയായിരുന്നുവെന്നും അത് എത്തരത്തിലാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ രൂപീകരിച്ചതെന്നും നിർണയിച്ചതെന്നുള്ള ചില ആലോചനകൾ പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചർച്ച തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഷാദുലി, നക്ഷബന്ദി, സുഹ്റവർദി ത്വരീഖത്തുകളെ കേന്ദ്രീകരിച്ചാണ് ഈ ചർച്ച മുന്നോട്ട് പോവുക. നമുക്ക് ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ള ഒരു വലിയ മാനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ കുറച്ചെങ്കിലും സൂഫി തരീഖത്തുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചിട്ടുള്ളത് ബാലവി സൂഫികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പഠനങ്ങളാണ്. നമുക്ക് എങ്സാങ്ഹോയുടെ ഗ്രേവ്സ് ഓഫ് തരീം എന്നുള്ള വിഖ്യാതമായിട്ടുള്ളൊരു പുസ്തകം അറിയാം. ആ പുസ്തകം പോലെ ഏറ്റവും അവസാനം ഈ വർഷം ജനുവരിയിൽ പബ്ലിഷ് ചെയ്ത ഒരു അക്കാദമിക് ആർട്ടിക്കിളിൽ, ഒരു റിസർച്ച് പേപ്പറിൽ PKM അബ്ദുൽ ജലീൽ, അദ്ദേഹം സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അദ്ദേഹം സൂഫി കോസ്മോപോളിസ് എന്നുള്ള ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നുണ്ട്. അഥവാ ഈ മലബാർ ഇന്തോനേഷ്യൻ തീരങ്ങളിലുള്ള ബാലവി സൂഫികൾ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഒരു നിർണയം ബാലവി ത്വരീഖത്തിലൂടെ സാധ്യമാക്കിയത് എന്നാണ് അദ്ദേഹം ആ ഒരു റിസർച്ച് പേപ്പറിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട രചനയായിട്ട് എനിക്ക് തോന്നുന്നത് അബ്ദുള്ള അഞ്ചിലത്തിൻ്റെ പുസ്തകത്തിൽ കേരളത്തിലെ പോർച്ചുഗീസ് വിരുദ്ധ പോരാട്ടങ്ങളിൽ എങ്ങനെയാണ് ഖാദിരിയ ത്വരീഖത്ത് ഒരു നിർണായകമായിട്ടുള്ള ശൃംഖലയായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ അപൂർവമായിട്ടുള്ള ചില രചനകളും ബാലവി ത്വരീഖത്തിനെ കുറിച്ചുള്ള, ഖാദിരി ത്വരീഖത്തിനെ കുറിച്ചുള്ള ചില പഠനങ്ങളും മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ ചരിത്ര പഠനങ്ങളിൽ പലപ്പോഴും അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ അത്രമേൽ പരിചിതമല്ലാത്ത ചില മേഖലകളാണ് ഷാദുലി, നക്ഷബന്ദി, സുഹ്റവർദി ത്വരീഖത്തുകളെക്കുറിച്ചുള്ളത്. നിലവിൽ ഞാൻ ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഒന്നുകൂടി ചെക്ക് ചെയ്ത സമയത്ത് ഷാദുലി ത്വരീഖത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അക്കാദമിക് വർക്ക്
1-2 അക്കാദമിക് വർക്കുകളാണ് എനിക്ക് ലഭിച്ചത്. അത് നമ്മുടെ പാനലിസ്റ്റായിട്ടുള്ള നിസാർ സാർ ചെയ്ത 2 വർക്കുകളാണ് 2014 2021 ആയിട്ട്. ആ അർത്ഥത്തിൽ കേരളത്തിലെ സൂഫി പാരമ്പര്യങ്ങളെ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കേരളത്തിലെ മുസ്ലിം ചരിത്രത്തെ, സൂഫി പാരമ്പര്യത്തെ ചരിത്രകാരന്മാർ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് തന്നെയാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരുപക്ഷെ ഈ ചർച്ചയുടെ മർമ്മം ഇല്ലാതെയാക്കും എന്നുള്ള ഒരു ആശങ്കയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ കഴിഞ്ഞ കാലത്തെ ചരിത്രകാരന്മാർ, കഴിഞ്ഞ കാലത്തെ ചരിത്രരചനാ രീതികൾ സൂഫികളെ, തസവുഫിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്നുള്ള ഒരു ചർച്ചയിലൂടെ, ഒരു സംസാരത്തിലൂടെ നമുക്ക് തുടങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ചർച്ചയുടെ ടൈറ്റിൽ സൂഫിസവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ചരിത്രപരമായി സമീപിക്കുക എന്നുള്ളതാണ് നമ്മുടെ മോഡറേറ്റർ എങ്ങനെയാണ് ചരിത്രപരമായി അതിനെ സമീപിക്കേണ്ടത്, ചരിത്രരചനയിൽ എത്രത്തോളം മലയാളിയുടെ അല്ലെങ്കിൽ കേരളത്തിലെ സൂഫി പാരമ്പര്യത്തെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനകളാണ് നടത്തേണ്ടത് എന്നതാണ് ഇവിടെ പറഞ്ഞു വച്ചിട്ടുള്ള കാര്യം. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ത്യൻ ചരിത്രം തന്നെ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ, ഇന്ത്യൻ സാമൂഹിക സംവിധാനത്തിൻ്റെ, സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഒക്കെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് സൂഫികളുടെ സാന്നിധ്യമാണ്. നമ്മൾ പറഞ്ഞ് ഈ സൂഫിസം എന്നൊക്കെ പറഞ്ഞ പദങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാറുള്ളത്. യഥാർത്ഥത്തിൽ തസവുഫ് എന്ന് പറയുന്ന ഒരു ജ്ഞാനശാഖയുടെ ഭാഗമാണല്ലോ ഇത്. ഫിഖ് പോലെ അല്ലെങ്കിൽ നമ്മുടെ ഖുർആനുമായി ബന്ധപ്പെട്ട, തഫ്സീറുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പോലെ തന്നെ ഒരു വലിയ ജ്ഞാനശാഖയായി വികസിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് തസവുഫ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. പക്ഷേ ആധുനിക അക്കാദമിസ്റ്റുകളിലൊക്കെ അല്ലെ അക്കാദമിഷ്യന്മാരൊക്കെ ഉപയോഗിക്കുന്നത് സൂഫിസം എന്നുള്ളതാണ്. അതിനവരതിന് ഡെഫിനിഷൻ കൊടുക്കാറുള്ളത് അത് ഇസ്ലാമിലെ ഒരു മിസ്റ്റിക്കൽ പാത്ത് എന്നുള്ളതാണ്. അത് ഒരു ശരിയായ നിർവചനമല്ല. ശരിക്കും നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ തസ്കിയത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുമായി ബന്ധപ്പെട്ട ജ്ഞാന നിർമ്മിതിയാണ് തസവുഫിൽ വന്നിട്ടുള്ളത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് അന്യമായതോ അല്ലെങ്കിൽ ഇസ്ലാമിന് അന്യമായതോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ചർച്ചയുടെ ജ്ഞാന വിനിമയങ്ങളുടെ ഭാഗമല്ലാത്തതൊന്നുമല്ല, അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ചരിത്രരചനയിൽ ഈ സൂഫികളെക്കുറിച്ചോ തസവുഫ് എന്ന് പറയുന്ന ജ്ഞാനശാഖയെക്കുറിച്ചോ ഒക്കെയുള്ള ചർച്ചകൾ വളരെ കുറവാണ്. മെയിൻ സ്ട്രീം ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുമ്പോൾ നമ്മൾ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ആയിരുന്നാലോ, അതിനു മുമ്പ് കൊളോണിയലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ആയിരുന്നാലോ, പിന്നീട് വന്ന സബാൾട്ടേൺ ഹിസ്റ്റോറിയൻസ് ആയിരുന്നാലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ ട്രെൻഡ് ഈ പ്രശ്നത്തെ പ്രശ്നവൽക്കരിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളൊരു ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ ട്രെൻഡാണ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന്. കുറച്ചുകൂടി സയൻറ്റിഫിക്കായി മനുഷ്യരുടെ വികാസ പരിണാമങ്ങളെ, മനുഷ്യ സമൂഹത്തിൻ്റെ വികാസ പരിണാമങ്ങളെ വളരെ കൃത്യമായി മെത്തഡോളജിക്കലി സമീപിക്കുന്ന ഒരു വീക്ഷണകോണാണല്ലോ മാർക്സിസം എന്ന് പറയുന്നത്. വളരെ കൃത്യമായ അടുക്കും ചിട്ടയോടുകൂടി സമൂഹത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച്, സമൂഹത്തിൻ്റെ പുരോയാനത്തെക്കുറിച്ചൊക്കെയുള്ള ചർച്ച മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സംഭാവന ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരും ഈ പ്രധാനപ്പെട്ട ഭാഗത്തെ വിസ്മരിക്കുന്നതായിട്ടോ അവഗണിക്കുന്നതായിട്ടോ കാണാം. കാരണം സൂഫികളെ അവർ കാണുന്നത്, ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിട്ടുള്ള റസീവുദ്ദീൻ അക്കീൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ, അദ്ദേഹത്തിൻ്റെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഒരു മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് സൂഫികളെ കണ്ടത് സമൂഹ ശരീരത്തിലെ ഒരു ഇത്തിക്കണ്ണിയായിട്ടാണ്. യാതൊന്നും സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാതെ വളർന്നു വരുന്ന ഭരണകൂടത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെയോ ഭാഗമായിട്ട് വളർന്നു വരുന്ന ഒരു ഇത്തിക്കണ്ണി മാത്രമാണ് സൂഫികൾ. അതുകൊണ്ട് തന്നെ അവരെ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല എന്ന ഒരു കാഴ്ചപ്പാടാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ,
വളരെ വലിയ ഒരു ജ്ഞാനശേഖരത്തെ അവഗണിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഉദാഹരണത്തിന് നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഗഹനമായ ധാരാളം സ്രോതസ്സുകളുണ്ട്. ഉദാഹരണത്തിന് സൂഫികളുടെ സംഭാഷണങ്ങൾ, മൽഫൂദാത്തുകൾ എന്ന് പറയും. അപ്പോൾ ഈ മൽഫൂദാത്തുകൾ എന്ന് പറയുന്നത് അവരുടെ മജ്ലിസിൽ, അവരുടെ ഖാൻഗാഹുകളിൽ അവരുടെ ശിഷ്യന്മാരുമായി പങ്കുവെക്കുന്ന സംസാരങ്ങളാണ്. അതിലെ ഫിലോസഫി ഉണ്ടാവും, അവരിൽ ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും, പല കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സംസാരത്തെയാണ് നമ്മൾ മൻഫൂദാത്തിൽ കാണുക. അത് വലിയ ഗഹനമായ വോള്യൂംസ് ഉണ്ട് അതിന്. അപ്പോൾ അതിന് പരിഗണിച്ചിട്ടില്ല. തദിക്കിറാസ് എന്ന് പറയുന്ന തദിക്കിറകൾ, അതായത് ഈ പറയുന്ന സൂഫികളുടെ ജീവചരിത്രപരമായിട്ടുള്ള രചനകളുണ്ട്. കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ജീവചരിത്ര രചനകളാണ് തദിക്കിറകൾ. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഉള്ള മറ്റൊരു രചനയാണ് ഈ ഒരു ഹെജിയോഗ്രാഫിക്കായിട്ടുള്ള രചനകളുണ്ട്, മൽഫൂദാത്തുകൾ. അതുപോലെ തന്നെ വേറൊന്ന് മക്തൂബാത്തുകളാണ്. ഈ സൂഫികൾ എഴുതിയിട്ടുള്ള കത്തുകൾ, രചനകൾ, ഇതൊക്കെ വളരെ വളരെ കൃത്യമായിട്ട് ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഇവയൊന്നും പഠിക്കപ്പെടാതെ, വായിക്കാതെ ഇന്ത്യൻ ചരിത്രത്തെ രചിക്കുക സാധ്യമല്ല. കാരണം ഇവർ ജനങ്ങളുമായിട്ടാണ് സംവദിച്ചിട്ടുള്ളത്. ഈ സൂഫികൾ സാധാരണ ജനങ്ങളുമായി സംവദിച്ചിട്ടുണ്ട്, അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, അവരുടെ ജീവിത പരിസരവുമായിട്ട് അവർ ഇണങ്ങിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല അവർ സംസാരിച്ചത് സാധാരണക്കാരൻ്റെ ഭാഷയിലാണ്. ഇപ്പോൾ അജ്മീറിലെ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയുടെ റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരു ഖലീഫ, അദ്ദേഹം വെജിറ്റേറിയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖാൻഗാവ് പണിതത്, അദ്ദേഹത്തിൻ്റെ മജ്ലിസ് ഉണ്ടായിരുന്നത് ഒരു കുഗ്രാമത്തിലായിരുന്നു. അദ്ദേഹം കൃഷി ചെയ്തിട്ട്, അതായത് ഈ പറയുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കി പച്ചക്കറികൾ മാത്രം ഭുജിച്ച് സാധാരണക്കാരുടെ കൂടെ ജീവിച്ച ഒരു ഖലീഫയുണ്ടായിരുന്നു ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങൾക്ക്. ഇങ്ങനെ നോക്കുമ്പോൾ പലതരത്തിലുള്ള വളരെ വ്യതിരക്തമായിട്ടുള്ള ശിഷ്യഗണങ്ങളുടെ ഒരു സമ്പന്നത ഉണ്ടായിരുന്നു. ഈ ശിഷ്യഗണങ്ങളെയോ അവരുടെ രചനകളെയോ അവരുടെ ഇടപെടലുകളെയോ പ്രശ്നവൽക്കരിക്കാതെ ഇന്ത്യൻ ചരിത്ര രചന സാധ്യമല്ല. അത് ഈ പറയുന്ന എല്ലാ ചരിത്ര രചനാ രീതികളും അവഗണിച്ചതായിട്ട് നമുക്ക് കാണാം. അവയെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇനി നമ്മൾ കേരളത്തിൻ്റെ ചരിത്ര രചനയുടെ ഭാഗമായി വരുമ്പോഴും നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ചരിത്ര രചന രീതി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ന് ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് ലഭ്യമായിട്ടുള്ള രചനകൾ പരിശോധിക്കുമ്പോൾ കേരള ഇപ്പം മില്ലറുടെയോ അതുപോലെ തന്നെ എന്ന് തുടങ്ങി ഇങ്ങോട്ട് വരുന്ന വിദേശ ചരിത്രകാരന്മാരുടെയോ ഇൻഡിജിനസ് നമ്മളെ ഇവിടെ തന്നെ നാഷണലിസ്റ്റ് കാലഘട്ടത്തിലുണ്ടായ രചനകളിലോ പിൽക്കാലത്ത് 1950-കൾക്ക് ശേഷം വന്ന രചനകളിലോ ഒന്നും കാര്യമായി സൂഫി തുർക്കുകളെക്കുറിച്ചോ ത്വരീക്കത്തുകളെക്കുറിച്ചോ അവരുടെ ഇടപെടലുകളെക്കുറിച്ചോ ഗഹനമായ പഠനങ്ങളില്ല. പലപ്പോഴും ഒരു പല ഗ്രന്ഥങ്ങളിലും സൂചന പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ പ്രശ്നത്തിലേക്ക്, ആ ഒരു ചർച്ചയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇബിൻ ബത്തൂത്ത വന്ന കാലത്ത് 13-14 നൂറ്റാണ്ടിൻ്റെ ഒക്കെ കാലത്ത് ഇവിടെ കോഴിക്കോടും അതുപോലെ തന്നെ കൊല്ലത്തും ഖാസറൂനി സൂഫി ഖാൻഗാഹുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഖാസറൂനി സൂഫി ഖാൻഗാഹുകൾ എന്ന് പറയുന്ന പേർഷ്യനിൽ നിന്ന് വന്ന സൂഫികൾ അവരുടെ ത്വരീഖത്തിൻ്റെ പ്രചരണാർത്ഥം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഖാൻഗാഹുകൾ ഉണ്ടായിരുന്നു. അവിടെ ദൂരദിക്കുകളിൽ നിന്ന് വന്ന കച്ചവടക്കാർ ആ പറയുന്ന ഖാൻഗാഹുകൾ വന്നു ചേരാറുണ്ടായിരുന്നു, അവിടെ നേർച്ച കൊടുക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഇബിൻ ബത്തൂത്ത പറയുന്നു. അദ്ദേഹം അവിടുത്തെ ആ ഖാൻഗാഹിൻ്റെ സൂക്ഷിപ്പുകാരനെ, അവിടുത്തെ ഷെയ്ഖിൻ്റെ ഖലീഫയെ കണ്ടുവെന്നും ബന്ധപ്പെട്ടുവെന്നും സംസാരിച്ചെന്നും അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ആ വിഷയത്തിലേക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം കച്ചവടക്കാരുടെ ഒപ്പം വന്ന ഇസ്ലാമിക പ്രബോധകരുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു സൂഫികൾ. പിന്നെ നമ്മൾ 13-14 നൂറ്റാണ്ടുകൾ നോക്കുമ്പോൾ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കാലം അതിന് ശേഷം പൊന്നാനി കേന്ദ്രീകരിച്ചിട്ടുള്ള സൂഫികളുടെ വലിയ പ്രവർത്തന മണ്ഡലമുണ്ട്. ഇപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള ഞാൻ അതിലേക്ക് വരാം. 16-ാം നൂറ്റാണ്ടിൽ ഞാൻ പറയുന്നത് ഇത്രയും സ്രോതസ്സുകൾ ഉണ്ടായിട്ട് പോലും അതിലേക്കുള്ള രചനകൾ വന്നില്ല എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. 16-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ അദ്കിയ, നമ്മളെല്ലാവരും, മിക്ക ആളുകളും അത് പഠിച്ചിട്ടുണ്ടാവും.
ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. അതിൻ്റെ അവസാന ഭാഗം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അവസാന ഭാഗം അതിലെ വിവിധ സൂഫി തരീഖത്തുകളെ പരിചയപ്പെടുത്തുന്ന സൂചനകളുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ സുഹർവർദി ത്വരീഖത്തുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഷിഹാബുദ്ദീൻ സുഹർവർദി എന്ന് പറയുന്നത് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങളുടെ അനിയൻ ബ്രദർ ആയിട്ടുള്ള മുഹമ്മദ് ഗസാലിയുടെ ശിഷ്യനാണ് ഷിഹാബുദ്ദീൻ സുഹർവർദി. ഷിഹാബുദ്ദീൻ സുഹർവർദിയുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥത്തെക്കുറിച്ച് നമുക്കറിയാം. അവാരിഫുൽ മാരിഫ് ആ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. അവാരിഫുൽ മാരിഫിനെ കുറിച്ചുള്ള സൂചന അല്ലേ? പിന്നെ ഹുവല്ലദി ഔസ ലിഷൈ അങ്ങനെ ഒരു അല്ലേ അവാരിഫ്, അത് നിങ്ങളത് നോക്കിക്കോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഈ പറയുന്ന മശായിഖന്മാർ ഏൽപ്പിച്ച പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അതിക്കയുടെ ലാസ്റ്റ് ഭാഗത്ത് കാണാൻ സാധിക്കും. അതുപോലെ മറ്റ് പല കാര്യങ്ങളിലും സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവാരിഫുൽ മാരിഫ് എന്ന് പറയുന്നത് സുഹർവർദി ത്വരീഖത്തിലെ മശായിഖന്മാരുടെ വലിയ കോൺട്രിബ്യൂഷനാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇറാഖ് പ്രദേശത്ത് വളർന്നു വന്ന അബുൻ നജീബ് സുഹർവർദിയുടെ ജീവിത പശ്ചാത്തലത്തിലേക്കും ആ ത്വരീഖത്തിലേക്കും സൂചന നൽകുന്ന രചനകളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ദേശാന്തര ഗമനം നടത്തിയിട്ടുള്ള വലിയ മശായിഖന്മാരുണ്ടായിരുന്നു കേരളത്തിൽ, അല്ലെങ്കിൽ അവരുമായി ബന്ധം സ്ഥാപിച്ച മശായിഖന്മാരുണ്ടായിരുന്നു കേരളത്തിൽ. ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ പറയുന്നത്? 16-ാം നൂറ്റാണ്ടിൽ. നൂറ്റാണ്ടുകൾക്കപ്പുറം കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലുള്ള മശായിഖന്മാരുമായി ബന്ധം സ്ഥാപിക്കുകയും അവരുടെ ഗ്രന്ഥങ്ങളെ കേരളക്കരയിൽ പരിചയപ്പെടുത്തുകയും ചെയ്ത ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. ആ നെറ്റ്വർക്കിന് പ്രശ്നവൽക്കരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഉണ്ടായ ചെറിയ ചുരുക്കം, ഇപ്പോൾ ജലീൽ ഹുദവീനെ പോലെയുള്ള ആളുകൾ എഴുതിയിട്ടുള്ള വളരെ റീസെൻ്റ് ആയിട്ടുള്ള രചനകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് മുമ്പിൽ ധാരാളം സൂചനകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ അതുക്കിയ എത്രത്തോളം ആളുകൾ അങ്ങനെ വായിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. നമുക്ക് ലഭ്യമായിട്ടുള്ള ടെക്സ്റ്റുകളെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ധാരാളം വിവരങ്ങൾ കിട്ടും. ഇത് ടെക്സ്റ്റുവലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഈ ത്വരീഖത്തിൻ്റെ പ്രാക്ടീസിനെ കുറിച്ചും ധാരാളം കാര്യങ്ങളുണ്ട്. എങ്ങനെ അംഫാസ് ചെയ്യണം, എങ്ങനെയാണ് അംഫാസ് ചെയ്യേണ്ടത് എന്ന് ഈ പറയുന്ന അതുക്കിയലുണ്ട്. അതുക്കിയ വളരെ കുഞ്ഞു ഗ്രന്ഥമാണ്, ഒരു ക്ലാസിക്കൽ ട്രീറ്റൈസാണ് അതുക്കിയ. അത് നിങ്ങളോട് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ അത് നിങ്ങൾ വായിച്ചു നോക്കൂ, എങ്ങനെയാണ് അള്ളാഹുവിനെ സ്മരിക്കേണ്ടത്. ഞാൻ പറയുന്ന പ്രാക്ടീസ് ഒരു ഭാഗത്ത്, അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ മുഴുവൻ ആദാബുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ രണ്ടാം ഭാഗത്ത് ഏറ്റവും അവസാന ഭാഗത്ത് പഠിതാക്കളോട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ത്വരീഖത്തിലേക്കുള്ള സൂചനകൾ നൽകുകയാണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെ മാത്രമല്ല, അതിന് പുറമെ 16-ാം നൂറ്റാണ്ടിൽ നമുക്ക് അതിന് ശേഷം കാണുന്ന നിരവധിയായിട്ടുള്ള മനാക്കിബുകൾ ലഭ്യമാണ്. ഈ മനാക്കിബുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ജീവചരിത്രങ്ങളാണ്. ഈ മനാക്കിബുകൾ ഇങ്ങനെയുള്ള സ്രോതസ്സുകളെ കേരള ചരിത്ര രചനയ്ക്ക് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഈ വിസ്മൃതമായി പോയതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്ര രചനയുടെ ഒരു ലാക്വിന എന്ന് പറയുന്നത്, ഒരു വാക്വം എന്ന് പറയുന്നത് ഇത്തരം സ്രോതസ്സുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും പഠിക്കുകയും ചെയ്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചരിത്ര രചനാപരമായിട്ടുള്ള ഒരു തുറവി, ഒരു മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ അതിനൊരു എക്സ്പോസിഷൻ കിട്ടിയിട്ടില്ലാതുകൊണ്ട് മാപ്പിളയുടെ അല്ലെങ്കിൽ മലയാളിയുടെ സാമൂഹ്യ സാംസ്കാരിക മതപരമായ ജീവിതത്തെ ചരിത്രപരമായി വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയാതെ പോയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ചർച്ചയുടെ ഭാഗമായി പറയാവുന്നതാണ്. സാറ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയുടെ ഒരു തസവുഫ് ട്രഡീഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ റെഫർ ചെയ്യപ്പെടുന്ന ചില ഗ്രന്ഥങ്ങൾ, ഇപ്പോൾ നെയിൽ ഗ്രീനിൻ്റെ ബോംബെ ഇസ്ലാം, അല്ലെങ്കിൽ റിച്ചാർഡ് ഈറ്റൻ്റെ സൂഫീസ് ഓഫ് ബീജാപ്പൂർ, തമിഴ്നാട്ടിലെ സൂഫികളുടെ ഒരു പശ്ചാത്തലത്തിൽ സൂസൻ ബേലിയുടെ വർക്കുകൾ, സൂസൻ എലിസബത്തിൻ്റെ വർക്കുകൾ, ഒരു പക്ഷേ തൈക്ക ഷുഹൈബാലിമിൻ്റെ ഒരു വർക്ക് മാത്രമായിരിക്കും അതൊന്ന് മാറ്റി നിർത്താൻ കഴിയുക. അതല്ലാത്ത ഈ വർക്കുകൾക്കൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു അതിൻ്റെ ഒരു മെത്തഡോളജിക്കൽ പ്രശ്നമുണ്ട് എന്ന് തസവുഫിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ള എല്ലാവർക്കും ബോധ്യപ്പെടും. ആ ഗ്രന്ഥങ്ങളാണ്
ഈ ദക്ഷിണേന്ത്യയുടെ ഒരു തസവുഫ് പാരമ്പര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത്. ഏതായാലും നമുക്ക് ഒന്നുകൂടി ഈ ചർച്ചയുടെ ഒരു വികാസം സാധ്യമാവുക, അല്ലെങ്കിൽ സദസ്സിന് കൂടുതൽ ഈ പഠനത്തിൻ്റെ ഒരു സാധ്യതകൾ, അവസരങ്ങൾ മനസ്സിലാവുക, കേരളത്തിലെ അറബി മലയാളം ഭാഷകളിലായിട്ട് നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള തസവുഫിനെ കുറിച്ചുള്ള, ത്വരീഖത്തുകളെക്കുറിച്ചുള്ള, തസവുഫിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട, തസവുഫിൻ്റെ സിൽസിലകളുമായി ബന്ധപ്പെട്ട, ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ സോഴ്സുകളെ പരിചയപ്പെടുത്തുന്നതോടെ ആവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് കരുതുന്നത്. ഷംവീൽ ഉസ്താദ് ആ ഒരു മേഖലയിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സദസ്സിന് കൂടുതൽ ഒരു സാധ്യതകൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനമായിട്ടും കേരളത്തിലെ ത്വരീഖത്തുകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യം പ്രധാനമായിട്ടും മാലകൾ, മൗലിദുകൾ, അങ്ങനെ ഒരുപാട് രചനകളുണ്ട്. ഈ മാലകളും മൗലിദുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അധികവും പ്രിൻ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതാത് കാലഘട്ടങ്ങളിൽ അത് പ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ മർസിയത്തുകൾ, അങ്ങനെ ഒരുപാട് സ്രോതസ്സുകൾ നമുക്ക് ലഭിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ വിഷയത്തിൽ തന്നെ നമ്മൾ കിതാബുകളിലൊക്കെ പഠിക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂം, ചെറിയ മഖ്ദൂം, വലിയ മഖ്ദൂം, ഇവരുടെ ചരിത്രത്തെ തസവൂഫിലൂടെ നമ്മളെങ്ങനെ വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. വലിയ മഖ്ദൂമിനെ കുറിച്ച് കൊങ്ങണ വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ രചിച്ച അൽ ഖസീദത്തുൽ മഖ്ദൂമിയയിൽ 3 ത്വരീഖത്തിൻ്റെ ഷെയ്ഖാണ് എന്ന് മഹാനവർകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഖാദിരിയ, ചിശ്തിയ, അതുപോലെ തബഖാത്തിയ, അങ്ങനെ 3 ത്വരീഖത്തുകളുടെ ഷെയ്ഖായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മളെ മഖ്ദൂം തങ്ങളെ വായിച്ചിട്ടില്ല എന്നതാണ് നമ്മുടെ പരിമിതി. അതുപോലെ ചെറിയ മഖ്ദൂം തങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ പഠിക്കുന്ന ഫതുഹുൽ മൊയ്ൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം അബുൽ ഹസൻ അൽ ബക്കരി എന്നവരിൽ നിന്ന് തൽഖീന് ദിക്ർ സ്വീകരിച്ച ആ വർഷവും അതൊരു റമദാനിലായിരുന്നു എന്ന് ആ വിവരങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്ന വ്യാപകമായ കിതാബുകൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് അതിലൊരു പരിമിതി. അപ്പോൾ ഇത്തരം സ്രോതസ്സുകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മൗലിദുകൾ, മർസിയത്തുകൾ, മാലകൾ, ഇതൊക്കെ പലപ്പോഴും പ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ കൂടുതലായി നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ത്വരീഖത്തിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട അതിൻ്റെ വൈജ്ഞാനികമായ രചനകൾ കൂടുതൽ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നക്ഷബന്ദി ത്വരീഖത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ആ കാലഘട്ടങ്ങളിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷാദുലി ത്വരീഖത്തായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ഇരുപക്ഷത്തു നിന്നും ഒരുപാട് രചനകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് 1250 ശേഷം നടന്ന ഷാദുലി ഹദറയുമായി ബന്ധപ്പെട്ട, ഷാദുലി ത്വരീഖത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട്ടുള്ള ഖാദിമാരുടെ ഇടയിൽ തന്നെ വലിയ സംവാദങ്ങളും രചനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ രചനകളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ അതൊന്നും പ്രിൻ്റഡ് അല്ല എന്നതാണ് മഖ്തൂത്തായിട്ട്, മാനുസ്ക്രിപ്റ്റായിട്ട് അവശേഷിക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അബൂബക്കർ കുഞ്ഞിക്കാദ് എഴുതിയ തൻവീർ തൽഖീഹാത്ത് എന്ന് പറയുന്ന ഒരു രചന, അതിൻ്റെ നെറ്റിൽ നമ്മൾ നോക്കിയാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലുള്ള അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് കോപ്പി നമുക്ക് ലഭിക്കും. അപ്പോൾ അത് വളരെ പ്രൗഢമായ ഷാദുലി ത്വരീഖത്തിനെ കുറിച്ചുള്ള വളരെ പ്രൗഢമായ സമ്പന്നമായ രചന എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഷാദുലി ത്വരീഖത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ സിൽസിലകൾ, അതിൻ്റെ സനദുകൾ, അതിൻ്റെ ദിക്റിൻ്റെ രീതികൾ, വിർദുകൾ, ഹിസ്ബുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിഷയങ്ങൾ അതിൽ പരാമർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട വന്ന തർക്കങ്ങൾ, പ്രത്യേകിച്ച് കോഴിക്കോട് അപ്പാണി കുഞ്ഞാമുട്ടി ഹാജി ഉയർത്തിയ ചോദ്യങ്ങളും വിമർശനങ്ങൾക്കുമെതിരെയുള്ള മറുപടികൾ കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ആ ഒരു രചന നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ടൊരു സ്രോതസ്സാണ്. കേരളത്തിലെ ഷാദുലി ചരിത്രമൊക്കെ മനസ്സിലാക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സ്രോതസ്സായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു രചനയാണ്. അതിന് മറുപടിയായി, ആ രചനയ്ക്ക് മറുപടിയായിക്കൊണ്ട് കോഴിക്കോട് ഖാദിയായിരുന്ന മുഹമ്മദ് ബിൻ അലി അൽ കാലികൂത്തി എന്ന ചെറിയ ഖാദിയായിരുന്ന അദ്ദേഹം ഈ രചനയ്ക്ക് മറുപടി എഴുതുന്നുണ്ട്. അഥവാ അബൂബക്കർ കുഞ്ഞി ഖാദിയുടെ സഹോദര പുത്രനാണ് ഈ മുഹമ്മദ് ബിൻ അലി എന്നവർ. അദ്ദേഹം അതിന് മറുപടിയായിട്ട് ഹിദായത്തുർ റാസി അല ഖവായത്തിൽ ഫാസി എന്ന് പറഞ്ഞിട്ട് ഒരു രചന നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ
ഷാദുലിയത്തുൽ ഫാസിയ, ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ വ്യാപകമായിട്ടുള്ള ഷാദുലിയത്തുൽ ഫാസിയ എന്ന ഷാദുലി ഉപശാഖയെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. വളരെ ശക്തമായ വിമർശനമാണ് അതിൽ കൊണ്ടുവരുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷാദുലി തരീഖത്തുമായിട്ട് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാവാനുള്ള കാരണം, അതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് അദ്ദേഹം വളരെ വിശാലമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അബൂബക്കർ കുഞ്ഞിക്കാദിയുടെ ഷാദുലി മാല, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദുൽ ഫാസി എന്നവരുടെ ഷാദുലി ത്വരീഖത്തിൻ്റെ ഫദലുകൾ പ്രത്യേകമായിട്ട് 26 ഫദലുകൾ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഒരു രചന അദ്ദേഹത്തിനുണ്ട്. അൽ ഫുത്തുഹാത്തു റബ്ബാനിയ എന്നാണ് ആ രചനയുടെ പേര്. ആ രചനയുടെ മഖ്തൂത്ത് മാനുസ്ക്രിപ്റ്റ് കേരളത്തിൽ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അത് നെറ്റിൽ നോക്കിയാൽ നമുക്ക് കിട്ടുന്ന സാധനം തന്നെയാണ്. അപ്പോൾ അതിൽ ഷാദുലി തരീഖത്തിനെ മറ്റുള്ള തരീഖത്തുകളേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് സ്ഥാപിച്ചു. അതിലുള്ള ചില ആശയങ്ങൾ അബൂബക്കർ കുഞ്ഞിക്കാദി ഷാദുലി മാലയിൽ ഉൾപ്പെടുത്തി എന്നതാണ് അന്ന് വന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം. അപ്പോൾ അതിനെതിരൊക്കെ അദ്ദേഹം ശക്തിയായിട്ട് അതിൽ വിമർശനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറയുന്നത് തരീഖത്തുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. എങ്ങനെയാണ് വൈജ്ഞാനികമായിട്ട് കേരളത്തിലെ സൂഫികൾ സംഭാവനകൾ ചെയ്തത് എന്നതാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് വായിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഈ മുഹമ്മദ് ബിൻ അലി അൽ കാലിക്കുത്തി എന്ന അദ്ദേഹം തന്നെ, നമ്മൾ ഷാദുലി ഹദറകളിലൊക്കെ പങ്കെടുത്ത ആളുകൾ അൽഹംദുലില്ലാഹില്ലദി ഹദാലി മദ്ഹി ഷാദുലി എന്ന് പറയുന്നൊരു ബൈത്ത് ധാരാളമായി കേട്ടിട്ടുണ്ടാവും. ആ ബൈത്തിനെ തഅജീസ് അതുപോലെ തസ്ദീർ ചെയ്തുകൊണ്ട് അദ്ദേഹം മാറ്റം വരുത്തുന്നുണ്ട്. അഥവാ ഒരു വരി കാവ്യത്തിൻ്റെ വരികൾ മാറ്റിക്കൊണ്ട് അദ്ദേഹം ഒരു കാവ്യരചന നടത്തുന്നത്, അതിൻ്റെ മാനുസ്ക്രിപ്റ്റുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. കോഴിക്കോട് ഭാഗങ്ങളിലുള്ള മിഫ്കാൽ പള്ളിയിലും മറ്റുമൊക്കെ അതിൻ്റെ മാനുസ്ക്രിപ്റ്റുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ അലി എന്ന ഒരു താനൂർ സ്വദേശിയായ ഒരു പണ്ഡിതൻ ഈ വിഷയത്തിൽ ഷാദുലി ഹലറയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു രചന, ഒരു തർജ്ജമ അറബി മലയാളത്തിൽ തയ്യാറാക്കിയത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് രചനകളിലൂടെയാണ് ആ ഒരൊറ്റ തർക്കത്തിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ഇരുപക്ഷത്തു നിന്നുമുള്ള രചനകൾ, അതുപോലെ ശ്രദ്ധേയമായ വിമർശനങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. പിന്നെ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഹിദായത്തുർ റാസി അല ഖവായത്തുൽ ഫാസി എന്ന രചനയിൽ അതിൻ്റെ അവസാനത്തിൽ അദ്ദേഹം മുഹമ്മദ് ബിൻ അലി എന്നവർ വളരെ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു വിഷയം, മുഹമ്മദുൽ ഫാസി എന്നവരെ ഒരുപാട് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സിലോണിലും മറ്റും ശ്രീലങ്കയിലും മറ്റുമൊക്കെ ഒരുപാട് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വിമർശനത്തിനെ ശക്തിപ്പെടുത്തുന്നു എന്നതാണ്. അപ്പോൾ ആ ഒരു തുടർച്ചയായിട്ട് വരുന്ന വിമർശനങ്ങളുടെ ഒരു ഭാഗമായിട്ട് തന്നെ ആഗോളതലത്തിൽ കേരളത്തിൽ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും വന്നു എന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് രചനകളാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഉസ്താദ് പറഞ്ഞതുപോലെ ഈ തസവുഫുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള ഇൻ്റലക്ച്വൽ ഡിബേറ്റ്സുകളെ ഒരു വിഭാഗീയതയായിട്ട് അടയാളപ്പെടുത്തിയിരുന്ന ചരിത്രകാരന്മാരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അടുത്ത കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ആന്ത്രപ്പോളജിയിൽ വലിയ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാക്കിയ സ്കോളറാണ് തലാൽ അസദ്. അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിന് ശേഷം ഇസ്ലാമിക് ട്രഡീഷനിൽ ഇങ്ങനെയുള്ള ഇൻ്റലക്ച്വൽ ഡിബേറ്റുകൾ ആ ട്രഡീഷൻ്റെ പാർട്ടാണെന്നും ആ ട്രഡീഷൻ അത്തരം ഡിബേറ്റുകളിലൂടെയാണ് വികസിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. ഉസ്താദ് പറഞ്ഞു വെച്ചത് അതാണ്, ഇത് ഒരു വിഭാഗീയത ആയിരുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്ത് തസവുഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൽമും അമലും എത്തരത്തിലായിരിക്കണം എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭാവനകളായിട്ട് വേണം ഇത്തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഡിബേറ്റുകൾ മനസ്സിലാക്കാനെന്ന് തോന്നുന്നു. ഉസ്താദ് ഏറെക്കുറെ കോഴിക്കോട് ഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ മലപ്പുറം ഭാഗങ്ങളിലൊക്കെയുള്ള ഷാദുലിയുടെ ഒരു വളർച്ച, വികാസം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിൽ മലബാറാണ് മുസ്ലിം ചരിത്രത്തിൻ്റെ ഒരു ഫോക്കസ് എന്നുള്ളത്. അതിൽ തന്നെ കോഴിക്കോട്, മലപ്പുറമാണ് ഒന്നുകൂടി ഫോക്കസ് ആയിട്ട് വരിക. ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മുസ്ലിം ചരിത്രം എത്രത്തോളം നമ്മളീ പറഞ്ഞ കഴിഞ്ഞ കാലങ്ങളിലുള്ള ചരിത്ര പഠനങ്ങളിൽ ആഴത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. കാരണം
അടുത്തിടെ ചില അന്വേഷണങ്ങളിൽ മനസ്സിലായത് നിരവധി ഈ പറഞ്ഞതുപോലെയുള്ള പ്രാഥമികമായിട്ടുള്ള സോഴ്സുകൾ നിലനിൽക്കെ തന്നെ ആഴത്തിലുള്ള പഠനങ്ങൾ, അക്കാദമിക് പഠനങ്ങൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മുസ്ലിം പാരമ്പര്യത്തെക്കുറിച്ച് വന്നിട്ടില്ല എന്ന് തോന്നി. ഏതായാലും ഷാദുലിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു പാരമ്പര്യം, ഒരു ചരിത്രം കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിസാർ സാർ ആ വിഷയത്തിൽ ഗഹനമായിട്ടുള്ളൊരു പഠനം നടത്തുകയും സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്സിലെ ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ മുമ്പ്. എനിക്ക് തോന്നുന്നത് 2014 തോന്നുന്നു അത് അവതരിപ്പിച്ചത്. അപ്പോൾ സാർ ആ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ള ഷാദുലിയുടെ വളർച്ചയും അവിടെ ഈ പറഞ്ഞതുപോലെ ചില ഇൻ്റലക്ച്വൽ ഡിബേറ്റുകൾ അരങ്ങേറിയിട്ടുമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചാൽ വളരെ നന്നാവും തോന്നുന്നു. ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഡിബേറ്റ് എന്ന് പറയുന്നത് ഇസ്ലാമിക ലോകത്ത് അന്യമായിട്ടുള്ള കാര്യമല്ല. വിജ്ഞാനത്തിൻ്റെ വികാസത്തിന് ഈ പറയുന്ന രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് വിജ്ഞാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ്. അതൊരു നമ്മൾ ആധുനിക രീതിയിൽ പറയുന്ന ഡിസ്പ്യൂട്ട്സ് അല്ല, അത് ഇൻ്റലക്ച്വലായിട്ടുള്ള ഡിബേറ്റ്സുകളാണ്. ആ ഡിബേറ്റുകൾ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതിപ്പോൾ ഞാൻ ഒരിക്കൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ വടകര ഭാഗത്തുള്ളൊരു കടമേരി ഭാഗത്തൊരു പഴയ പള്ളിയുണ്ടായി. പഴയ പള്ളിയല്ല, ഒരു നിസ്കാര പള്ളി. അതിൻ്റെ ചുമരിൽ ധാരാളം കവിതകളുണ്ടായിരുന്നു. ഇപ്പോൾ ആ പള്ളി പൊളിച്ചു കളഞ്ഞു, കുഞ്ഞു പള്ളിയാണ്. ആ പള്ളിയുടെ ചുമരുകൾ നമുക്ക് കാണാൻ ഞാൻ ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. സമയത്ത് ഞാൻ എൻ്റെ PhD ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഫീൽഡ് വർക്കിന് പോയപ്പോൾ ആ കുഞ്ഞു പള്ളിയിലെ നിസ്കാരപ്പള്ളി സ്രാമ്പിയുടെ അകത്ത് ധാരാളം കവിതകൾ. ഈ കവിതകൾ വെല്ലുവിളികളാണ്. അത് ഇൻ്റലക്ച്വലായിട്ടുള്ള വെല്ലുവിളി. മറ്റൊരാളോട് പറയുകയാണ്, നിങ്ങൾ ഈ പറയുന്നതിനെ പകരം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമാകുമോ? ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കവിതകളെ തഹ്മീസാക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതാണ്. അങ്ങനെ കവിതകളിലെ തഹ്മീസുകൾ, അതുപോലെ തന്നെ അങ്ങനെ പല രീതിയിൽ 3 വരിയുള്ളതിനെ 4 വരിയാക്കുക, 4 വരിയുള്ളതിനെ 5 വരിയാക്കുക, 5 വരിയുള്ളതിനെ 6 വരിയാക്കുക, ഈ രീതിയിലുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ ത്വരീക്കത്തുകൾ തമ്മിലുള്ള തർക്കങ്ങൾ എന്ന് പറയുന്നതിനപ്പുറം ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു ഡൈനാമിസത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രവർത്തനമായി നമ്മൾ കണ്ടാൽ ഒരുപാട് വിവരങ്ങൾ നമുക്ക് അതിന്ന് അടർത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഷാദുലി നമ്മളിവിടെ ആലോചിച്ചു, കേരളത്തിൻ്റെ ഒരു മതപരമായിട്ടുള്ള ജീവിത രീതിയെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ആലിമീങ്ങൾ, എല്ലാ ആലിമീങ്ങളും പലപ്പോഴും രഹസ്യമായി, അവർ ഒരിക്കലും തന്നെ പരസ്യമായിട്ടായിരുന്നില്ല ഈ ത്വരീക്കത്ത് എന്ന് പറയുന്ന അവരുടെ തസ്കിയത്തിൻ്റെ മാർഗത്തെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ വളരെ രഹസ്യമായി അവരുടെ ആത്മീയമായ പുരോഗതിക്ക് വേണ്ടി ഈ രീതിയിലുള്ള മശായിഖന്മാരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുകയും അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ക്രമപ്പെടുത്തിയതിനെ മനസ്സിലാക്കുന്നത് അവരുടെ ശിഷ്യഗണങ്ങളാണ്. നമുക്കറിയാം കേരളത്തിൻ്റെ ഇസ്ലാമിക പാരമ്പര്യം എന്ന് പറയുന്നത് അത് ദർസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മദാരിസുകളാണ് ഇവിടെ ഉള്ളത്. ആ ദർസുകളിലെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഉസ്താദ് എന്ന് പറയുന്നത് അവർക്ക് മുറബി, ഓരോരോ കൃത്യമായിട്ടുള്ള ഒരു തെർബിയത്തിൻ്റെ കേന്ദ്രമാണ്. നമ്മുടെ പൊന്നാനി പള്ളി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. ആ രീതിയിലുള്ള ആ മാതൃക തന്നെയാണ് കേരളത്തിലെ ആകമാനം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തസവുഫോ ത്വരീക്കത്തോ തുർക്കുകളോ കേരളത്തിലെ പണ്ഡിതന്മാർക്ക് അന്യമായിരുന്നില്ല. നമ്മൾ വീണ്ടും അതുക്കിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ അതുക്കിയിലെ ആരിഫാരാണ്, ആലിമാരാണ്, അവർ തമ്മിലുള്ള അവരുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് അതുക്കിയിൽ കാണാൻ പറ്റും. അതുക്കിയിൽ നമ്മൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഒരു ആരിഫിൻ്റെ നിസ്കാരം, ഒരു ആലിമിൻ്റെ നിസ്കാരവും അതിൽ പറയുന്നുണ്ട്, അല്ലേ? നിസ്കാരം എന്നല്ല, 2 റക്അത്ത് നിസ്കാരത്തെക്കുറിച്ചുള്ള സൂചന. അപ്പോൾ അതെന്താണ് സൂചിപ്പിക്കുന്നത്? ആരിഫ് എന്ന് പറയുന്നത്, അല്ലെ ആലിം എന്ന് പറയുന്നത് എന്താണെന്ന് ഒരു കുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഡിബേറ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വളരെ കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ഇംബൈബ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഷാദുലി ത്വരീക്കത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഷാദുലി ത്വരീക്കത്ത് ഇന്ത്യയിൽ ഒറിജിൻ ചെയ്തതല്ല, അത് ഇന്ത്യക്ക് പുറത്ത് ഒറിജിൻ ചെയ്തതാണ്, ഉത്ഭവിച്ചതാണ്. പിന്നെ എങ്ങനെയാണത് ഇന്ത്യയിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് സൗത്ത് ഇന്ത്യയിലേക്ക് എത്തുന്നത്? ഈ അന്വേഷണമാണ് നമ്മൾ നടത്തേണ്ടത്. ഇപ്പോൾ ഷാദുലി ത്വരീക്കത്തുമായി ബന്ധപ്പെട്ട് ഫാസി അല്ലെങ്കിൽ ബക്കരിയ 2 ബ്രാഞ്ചുകളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. വളരെ സജീവമായി, അതായത് അറേബ്യയിൽ നിന്നുള്ള പണ്ഡിതന്മാർ
അറേബ്യയിൽ നിന്നുള്ള മശായിഹന്മാർ കേരളത്തിൽ വരികയും നിരന്തരമായിട്ട് ഇവിടെ ഇടപെടുകയും ആത്മീയമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്തു. കോഴിക്കോട്ട് നമ്മൾ കാണുന്ന ജുമാഅത്ത് പള്ളിയിൽ ഈ ഷാദിലി ഹദറ നടക്കാറുണ്ടായിരുന്നു അല്ലേ? അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ നോർത്തേൺ കേരളയിൽ നോക്കുകയാണെങ്കിൽ ഷാദുലി പള്ളികൾ ധാരാളം നോർത്തേൺ കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കാസർഗോഡ്, കണ്ണൂർ ഭാഗങ്ങൾ 19-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇതിന് കൂടുതൽ വികാസം ലഭ്യമാകുന്നത്. ഇപ്പോൾ കുപ്പം ഉമർ മൗലവിയെ പോലെയുള്ള, ഉമർ മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ ഈ ത്വരീഖത്തിൻ്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഈ ഉമർ മുസ്ലിയാരുടെ ഷെയ്ഖ് നമ്മുടെ മാഹി സമീപമുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിനെ മറവിട്ട് കിടക്കുന്നത്. അദ്ദേഹം മലയാളിയല്ല, അദ്ദേഹം ഒരു അറബിയാണ്, അബ്ദുൽ ഖാദർ മൗലാന. അദ്ദേഹത്തെ കണ്ട ഒരു വ്യക്തി ഷുക്കൂർ മൗലവിയ, കുപ്പം ഉമർ മുസ്ലിയാരുടെ മകനാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഷുക്കൂർ മൗലവിയെ ഞാൻ കണ്ടിരുന്നു, ഷുക്കൂർ മുസ്ലിയാർ. അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആകാര ഭംഗിയെക്കുറിച്ചും ഒക്കെ ഈ അബൂക്കർ മൗലാനയുടെ ജീവിത രീതിയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വളരെ സക്രിയമായി മുസ്ലിങ്ങളുടെ വടക്കൻ മലബാറിലെ മുസ്ലിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ അന്വേഷിക്കേണ്ടത് ഏതു തരത്തിലാണ് ഇത്തരം ത്വരീഖത്തുകൾ കേരളീയ സമൂഹ പശ്ചാത്തലത്തിൽ വളർന്നു വരികയും അവ എത്രത്തോളം ഇൻ്റലക്ച്വലായ ബൗദ്ധികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നക്ഷബന്ദി ത്വരീഖത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുഹർവർദി ത്വരീഖത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കണ്ണൂരെ പുറത്തിയിൽ അബ്ദുൽ ഖാദർ സാനി ബാലാഫത്തനി, അദ്ദേഹത്തിൻ്റെ ആ പള്ളി, പുറത്തിയിൽ പള്ളി നിങ്ങൾ പോയാൽ അറിയാം. ഇത്ര മനോഹരമായ ഒരു പ്രദേശത്ത് വളരെ മനോഹരമായ രീതിയിൽ ഉള്ള മക്ബറ നമുക്ക് കാണാൻ സാധിക്കും. ഈ സുഹർവർദി ത്വരീഖത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, അല്ലെങ്കിൽ കേരളത്തിലെ അതിൻ്റെ പ്രധാനപ്പെട്ട ഖലീഫ എന്ന് പറയുന്നത് പുറത്തിയിൽ അബ്ദുൽ ഖാദർ സാനി ബാലാഫത്തനിയാണ്. അദ്ദേഹത്തിൻ്റെ ഖലീഫമാർ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ ചാലിയം നൂറുദ്ദീൻ അൽ ഹമദാനി അല്ലേ, അവരുടെ സിൽസിലയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ അതിനിടയിലും നമുക്ക് താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖിൻ്റെ കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആ സിൽസില പരിശോധിച്ച് നോക്കുമ്പോൾ സിൽസില നീണ്ടുപോകുന്നത് ഇറാനിലേക്കാണ് അല്ലെങ്കിൽ പേർഷ്യയിലേക്കാണ്. അതിനിടയിൽ ധാരാളം മശായിഹന്മാരുടെ പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വളരെ അടുക്കും ചിട്ടയോടുകൂടി ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്കുള്ള ഒരു നെറ്റ്വർക്ക് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇൻ്റലക്ച്വലായിട്ടുള്ള നെറ്റ്വർക്ക് അല്ലെങ്കിൽ ആത്മീയമായ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. ഈ രീതിയിൽ വിജ്ഞാനത്തിൻ്റെ പ്രസരണം, ആത്മീയമായിട്ടുള്ള ഉണർവിൻ്റെ ഒരു പ്രചരണം ഒക്കെ കേരളത്തിൽ നടന്നു. അത് കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഷാദുലി, നക്ഷബന്ദി, സുഹർവർദി ത്വരീഖത്തുകളെ ഖാദിരി, ചിസ്തി പോലെ തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ആത്മീയമായ ഒരു ഉണർവിൻ്റെ ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു എന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. സാറ് പറഞ്ഞു വെച്ചെടുത്തുനിന്ന് കൂട്ടിച്ചേർക്കാനായിട്ടുള്ളതൊരു വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ്. ഒരു തവണ കായൽപട്ടണം സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെ ഒരു മജ്ലിസിൽ പങ്കെടുത്തു. ആ സമയത്ത് കണ്ണൂരിൽ മക്ബറയുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് മൗലൽ ബുഖാരി തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, തമിഴ്നാടിൻ്റെ ഈ കോറമണ്ടൽ തീരത്ത് ഖാദിരിയ ത്വരീഖത്തിന് ഇത്രമേൽ ഒരു ജനകീയത ലഭിച്ചത് ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാരിലൂടെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഏത് മജ്ലിസ് നടത്തിയാലും ഒരു ഫാത്തിഹ ഓതും. എന്നിട്ട് അദ്ദേഹം എന്നോട് തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ എത്ര ഫാത്തിഹ ഓതും, എത്ര മജ്ലിസുകൾ ബഹുമാനപ്പെട്ടവരെ നിങ്ങൾ ഓർക്കും എന്നുള്ളൊരു സാധനം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ, നിസാർ സാറ് പറഞ്ഞതുപോലെ ആ സിൽസില വർക്ക് ചെയ്യുന്നത് ഒരു ഗ്ലോബലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സൂചന. പിന്നീട് കാൽപട്ടണത്തു നിന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഖാദിരിയ വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മകൾ സജീവമാണ് എന്നാണ് എനിക്ക് ഈ കാൽപട്ടണത്തെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. ഏതായാലും നമ്മുടെ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം അതിലേക്കൊന്ന് ആഡ് ചെയ്യാനുള്ളത്, കായൽപട്ടണത്തുള്ള മഹ്ലറത്തുൽ ഖാദിരിയയിലും മറ്റുള്ള മാനുസ്ക്രിപ്റ്റുകൾ പരിശോധിക്കുമ്പോൾ
അതിൽ കണ്ണൂർ മൗലൽ ബുഖാരി തങ്ങളായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ബുഖാരി സാദാത്യങ്ങളുമായി ബന്ധപ്പെട്ട്, കോഴിക്കോട് ഷെയ്ഖ് ജിഫ്രി തങ്ങൾ, അതുപോലെ അവരെ ആ സിൽസിലയിൽ അലവിയത്തിൻ്റെ സിൽസിലയിൽ വരുന്ന ആളുകൾ, അവരുമായിട്ടൊക്കെയുള്ള വലിയ ബന്ധം അവരെ ത്വരീഖത്തിന് കാണാൻ സാധിക്കും. അങ്ങനെയാണ് അവരെ പല റാത്തീബുകൾ ഒക്കെ ഉണ്ടായത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അബ്ദുൽ ഖാദിർ അൽ ഖാഹിരി എന്നവരെ ഒരുപാട് കവിതകളുണ്ട് കേരളത്തിൽ. ഞാൻ മമ്പുറത്ത് സിയാറത്ത് ഇതിന് പോയി എന്ന അതൊക്കെ പറഞ്ഞിട്ടുള്ള കവിത, അതുപോലെ ഷെയ്ഖ് ജിഫ്രി തങ്ങളെ സിയാറത്തിന് പോയ അനുഭവം പറയുന്ന കവിതകൾ, അങ്ങനെ അവരൊക്കെ എത്രത്തോളം കേരളവുമായിട്ട് ബന്ധമുണ്ട് കായൽപട്ടണത്തെ പണ്ഡിതന്മാർക്ക് എന്ന് ആ മാനുസ്ക്രിപ്റ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. നക്ഷബന്ദി ത്വരീഖത്തുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും വേരോട്ടുള്ള ഇപ്പോൾ അഹമ്മദ് സർഹിന്ദി തങ്ങളെ പോലെയുള്ള വലിയ ജനകീയത ലഭിച്ചിട്ടുള്ള ഒരു ത്വരീഖത്താണ്. ഒരുപക്ഷെ കേരളത്തിലെ അതിൻ്റെ വേരുകളെക്കുറിച്ച് നമ്മൾ എത്രത്തോളം അറിവുള്ളവരാണ് എന്നുള്ള ഒരു ചർച്ച കൂടി ഉസ്താദ് പറഞ്ഞു വെച്ചാൽ വളരെ നന്നാവും തോന്നും. പ്രധാനപ്പെട്ട വ്യക്തികൾ, അതിൻ്റെ വികാസം, സിൽസിലകളൊക്കെ പറഞ്ഞാൽ. എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഹാമിദ് എന്ന് പറയുന്ന കൊയിലാണ്ടി വലിയ സീതി കോയത്തങ്ങൾ, അവിടെ വലിയ മക്കാമൊക്കെ ഉണ്ട്. പക്ഷേ അധികം കൂടുതലായി നമ്മുടെ ഈ തസവുഫിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ പോലും അദ്ദേഹത്തിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല എന്നതാണ്. ബഹുമാനപ്പെട്ടവർ പുറത്തിയിൽ വഴിക്ക് വന്ന സുഹ്റവർദിയത്തിൻ്റെ ഖലീഫയായിരുന്നു, അതുപോലെ ബാലവിയത്തിൻ്റെ ഖലീഫയായിരുന്നു, അതുപോലെ നക്ഷബന്ദിയത്തിൻ്റെ ഖലീഫയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം നക്ഷബന്ദിയത്ത് വാങ്ങിയിട്ടുള്ളത് ഗുജറാത്തിലെ സൂറത്തിൽ നിന്നാണ് അദ്ദേഹം നക്ഷബന്ദിയത്ത് സ്വീകരിച്ചിട്ടുള്ളത്. ഈ മുഹമ്മദ് ബിൻ ഹാമിദ് വലിയ സീതി കോയത്തങ്ങളിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫ്രി തങ്ങൾ നക്ഷബന്ദിയ ത്വരീഖത്ത് സ്വീകരിച്ചത്. ഷെയ്ഖ് ജിഫ്രി തങ്ങളുടെ ആ വിഷയത്തിലുള്ളൊരു കവിത, നക്ഷബന്ദി മശായിഖന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു കവിത നമുക്ക് കാണുവാൻ സാധിക്കും. ഷെയ്ഖ് ജിഫ്രി തങ്ങളെ ആ കവിത ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ നക്ഷബന്ദി താനൂരി അദ്ദേഹത്തിൻ്റെ അൽ ഇഫാദത്തുൽ ഖുദ്സിയ എന്ന ഗ്രന്ഥത്തിൻ്റെ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ അൽ ഇഫാദത്തുൽ ഖുദ്സിയയുടെ ഇപ്പോൾ അച്ചടിയിലുള്ള കോപ്പിയിൽ നമുക്ക് ആ കവിത കാണാനില്ല. പക്ഷേ അതിൻ്റെ രണ്ട് മഖ്തൂത്തുകൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഒന്ന് അബ്ദുറഹ്മാൻ നക്ഷബന്ദി തങ്ങളുടെ കാത്തിബ് എഴുതിയ, നേരെ ശിഷ്യനായ കാത്തിബായ ആൾ എഴുതിയ മാനുസ്ക്രിപ്റ്റിലും, അതുപോലെ മറ്റൊരു മാനുസ്ക്രിപ്റ്റിലും ഈ കവിത കൊടുത്തതായിട്ട് കാണുവാൻ സാധിച്ചു. പക്ഷേ പുതിയ പ്രതികളിലൊന്നും അച്ചടിച്ചതിൽ അത് കാണുന്നില്ല. ഏതായാലും ആ കവിത നമുക്ക് നോക്കുമ്പോൾ നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ ആ ഒരു വേര് ബഹുമാനപ്പെട്ട വലിയ സീതി കോയ തങ്ങൾ വഴിക്ക്, ഷെയ്ഖ് ജിഫ്രി തങ്ങൾ വഴി അത് പിന്നീട് മമ്പുറം തങ്ങളിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അങ്ങനെ മമ്പുറം തങ്ങളുടെ ഒരു ശിഷ്യനായ ഒരു അബ്ദുല്ലാഹിൽ അഹ്ദൽ എന്ന കോഴിക്കോടുള്ള ഒരു സയ്യിദ് അവർകൾ ഈ നക്ഷബന്ദിയത്ത് സ്വീകരിക്കുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ അഹ്ദൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അല്ല, ഐദറൂസിയത്തുൽ ഖാദിരിയത്തുൽ നക്ഷബന്ദിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ സിൽസിലകളൊക്കെ എഴുതി വെച്ചോടുത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രഡിഷൻ ഈ ബാലവി സാദാത്യങ്ങൾ കൂടി നക്ഷബന്ദിയത്തിനെ ഏറ്റെടുത്തു. അതോടൊപ്പം ബാലവിയത്ത് സുഹ്റവർദിയത്തിനെ കൂടി അവർ ഏറ്റെടുത്തതോടുകൂടെ വളരെ ജനകീയമാകുന്ന ഒരു ത്വരീഖത്തിൻ്റെ രീതിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നെ മറ്റൊരു ഘട്ടം നക്ഷബന്ദിയത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടുള്ള മറ്റൊരു ഘട്ടം ബഹുമാനപ്പെട്ട നൂഞ്ഞേരി കുഞ്ഞഹമ്മദ് ഷെയ്ഖിൻ്റെ ആഗമനത്തോടു കൂടെയാണ്. അദ്ദേഹം 10 വർഷം മക്കയിൽ പോയി താമസിക്കുകയും ബഹുമാനപ്പെട്ട യഹിയൻ നക്ഷബന്ദി തങ്ങളുടെ നക്ഷബന്ദിയത്തുൽ മുജദ്ദിദിയത്തുൽ ഖാലിദിയ സ്വീകരിക്കുകയും കേരളത്തിൽ വന്ന് ആ ഖിലാഫത്തുമായി കേരളത്തിൽ വന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ നൂഞ്ഞേരി കുഞ്ഞാമത് ഷെയ്ഖ് കേരളത്തിൽ വന്ന് നക്ഷബന്ദിയത്ത് പ്രചരിപ്പിച്ചപ്പോൾ ഉണ്ടായൊരു മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള നാദാപുരത്തെയും തിരൂരങ്ങാടിയിലെയും ഉൾപ്പെടെയുള്ള വളരെ പ്രസിദ്ധരായ ആലിമീങ്ങൾ, മേനക്കോത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാരെ പോലെയുള്ള, കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെയുള്ള വലിയ ആ കാലഘട്ടത്തിലുള്ള വലിയ ആലിമീങ്ങൾ, മുഫ്തിമാർ നക്ഷബന്ദി ത്വരീഖത്ത് അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിച്ചു എന്നതാണ്. അങ്ങനെയാണ് കേരളത്തിൽ നക്ഷബന്ദി ത്വരീഖത്ത് വ്യാപകമാകാനുള്ള ഒരു കാരണം. പിന്നെ ആ ഒരു കാലഘട്ടത്തിലുണ്ടായ ഒരു ഡിബേറ്റ് പ്രധാനമായിട്ടും ബഹുമാനപ്പെട്ട പാടൂർ ഫഖറുദ്ദീൻ കോയക്കുട്ടി തങ്ങൾ ഈ നൂഞ്ഞേരി കുഞ്ഞഹമ്മദ് ഷെയ്ഖിൽ നിന്ന് നക്ഷബന്ദിയത്ത് സ്വീകരിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം കുഞ്ഞഹമ്മദ് ഷെയ്ഖിൻ്റെ ഒരു വാക്കിൽ ഒരു സംശയം ജനിക്കുകയും ആ വിഷയത്തിൽ അദ്ദേഹം മക്കയിലെ മുഫ്തിയായ സൈനി ദഹ്ലാൻ തങ്ങളോട് ഫത്വ തേടുകയും, അപ്പോൾ അങ്ങനെ ആ ഫത്വ ലഭിച്ചു. അടുത്ത വർഷം വീണ്ടും ഫത്വ ചോദിച്ചു. അങ്ങനെ ഫത്വ ലഭിച്ചപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് പ്രകാരം അദ്ദേഹം
ഈ ത്വരീഖത്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഈ നക്ഷബന്ദി ത്വരീഖത്ത് ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കവിത രചിക്കുന്നുണ്ട്, ഫഖറുദ്ദീൻ കോയക്കുട്ടി തങ്ങൾ. അങ്ങനെ ഈ കവിത അദ്ദേഹം ഈ കുഞ്ഞഹമ്മദ് ശൈഖിൻ്റെ മുരീദന്മാരിലേക്ക് അദ്ദേഹം കൊടുത്തയക്കുകയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് കുഞ്ഞഹമ്മദ് ശൈഖിൻ്റെ മുരീദന്മാരായ ചില ആളുകളും ഫഖറുദ്ദീൻ കോയക്കുട്ടി തങ്ങളും ഒരു വൈജ്ഞാനികമായ സംവാദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തുനിന്നും അവർ രചനകൾ നടത്തിയിട്ടുണ്ട്. അഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഹിന്ദി എന്ന് പറയുന്ന കുഞ്ഞഹമ്മദ് ശൈഖിൻ്റെ ഭാഗത്തുള്ള ഒരാൾ അൽ ബദറുൽ മുബീൻ എന്ന് പറഞ്ഞിട്ട് ഒരു അൽ ബദറുൽ മുബീൻ ലി ഹിദായത്തി ഫഖറുദ്ദീൻ എന്ന് പറയുന്ന ഒരു രചന നടത്തിയിട്ടുണ്ട്. അതിന് മറുപടിയായിക്കൊണ്ട് അർ റദ്ദുൽ മത്തീൻ ഫി മനാഹിജി അഹ്ലുൽ ഹഖ് വൽ യഖീൻ എന്ന് പറയുന്ന ഒരു രചന ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ കോയക്കുട്ടി തങ്ങളും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നക്ഷബന്ദിയത്തിൻ്റെ പ്രധാനമായ സിൽസില കടന്നു വരുന്നത് ബഹുമാനപ്പെട്ട താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖിലൂടെയാണ്. അത് നമുക്കൊക്കെ അറിയുന്നതാണ്. അബ്ദുറഹ്മാൻ ഷെയ്ഖിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഖലീഫകൾ, ഒന്ന് കൈപ്പറ്റ സ്വദേശിയായ കുഞ്ഞിമാഹിൻ നക്ഷബന്ദി, അദ്ദേഹത്തിൻ്റെ ഖബർ പരപ്പനങ്ങാടി പനയത്തിൽ പള്ളിയിലാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പരമ്പരയിലൂടെയാണ് ഇന്ന് പ്രധാനമായും നക്ഷബന്ദിയത്ത് നിലനിൽക്കുന്ന ഒരു സിൽസില. മറ്റൊന്ന് അബ്ദുറഹ്മാൻ ഷെയ്ഖിൻ്റെ രണ്ടാമത്തെ മകനായ അബ്ദുൽ ഖാദിർ മുസ്ലിയാരിലൂടെയാണ് മറ്റൊരു പരമ്പര ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ അബ്ദുറഹ്മാൻ ഷെയ്ഖിൻ്റെ കാലത്തും വൈജ്ഞാനികമായ സംവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അബ്ദുറഹ്മാൻ ഷെയ്ഖിനെ എതിർത്തുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിനെ വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം മക്കയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്, ഒരു ഫത്വ തേടിക്കൊണ്ട്. അങ്ങനെ മക്കയിലുള്ള പ്രധാനപ്പെട്ട ആ കാലത്തുള്ള രണ്ട് പണ്ഡിതന്മാർ അബ്ദുറഹ്മാൻ ഷെയ്ഖിനെ അനുകൂലിച്ചുകൊണ്ട് നക്ഷബന്ദിയത്തുൽ ഖാലിദിയ എന്ന് പറയുന്ന ത്വരീഖത്ത് ഹക്കാണെന്നും മറ്റും സ്ഥാപിച്ചുകൊണ്ട് അവർ അതിന് മറുപടി കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ ദീപ്തമായ ഒരു പാരമ്പര്യം നക്ഷബന്ദി ത്വരീഖത്തിന് കേരളത്തിലുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മറ്റൊരു വിഷയം കൂടി സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ അഖീർ എന്ന് പറയുന്ന പൊന്നാനി മഖ്ദൂമായിരുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് അവരുടെ മകനായ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഒരു രചനയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, തൻ്റെ മാതാവിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, സുഹ്റവർദിയ നക്ഷബന്ദിയ എന്നീ രണ്ട് ത്വരീഖത്തുകൾ അനുസരിച്ച് അമൽ ചെയ്യുന്ന ആളായിരുന്നു എൻ്റെ ഉമ്മ എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്, അഥവാ സൈനുദ്ദീൻ മഖ്ദൂം അഖീറിൻ്റെ ഭാര്യയെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ ആ ഒരു തസവുഫിൻ്റെ ട്രഡിഷൻ എത്രത്തോളം ശക്തമായി നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു, സ്ത്രീകൾക്കിടയിലും പണ്ഡിതന്മാർക്കിടയിലും സാധാരണക്കാർക്കിടയിലും വരെ എത്രത്തോളം നിലനിന്നിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ വായിക്കുവാൻ സാധിക്കും. ഈ കേരളത്തിലെ ഷാദുലി, നക്ഷബന്ദി, സുഹ്റവർദി ത്വരീഖത്തുകളുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു സാർ നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മലബാറിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഷാദുലി പള്ളികൾ, മൊഹീദ്ദീൻ പള്ളികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിൽ കോഴിക്കോട് സിറ്റിയിലുള്ള ഷാദുലി പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ നിസാർ സാറിൻ്റെ നേതൃത്വത്തിൽ കണ്ടെടുക്കുകയും അതിനെക്കുറിച്ച് ഒരു ഗഹനമായിട്ടുള്ള പഠനം അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. സാർ അതിനെക്കുറിച്ച് കൂടി ഒന്ന് സംസാരിച്ച് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുകയും കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് കടക്കുകയും ചെയ്യാം. ഇപ്പോൾ ചരിത്രരചനയിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഉപാദാന സാമഗ്രികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു മെറ്റീരിയൽ എവിഡൻസ് എന്നുള്ള നിലയിൽ നമുക്ക് സാധാരണ ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഉപാദാന ഒരു സോഴ്സ് മെറ്റീരിയലാണ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോഴിക്കോട് ഷാദുലി പള്ളിയെക്കുറിച്ച് നമുക്കറിയാം, വളരെ വിവാദമാവുകയും അത് പിന്നെ അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തതിനെക്കുറിച്ച് നമുക്കറിയാം. കോഴിക്കോട് ഷാദുലി പള്ളി എന്ന് പറയുന്നത്, ഷാദുലി പള്ളിയുടെ അതിൻ്റെ മുൻഭാഗത്ത് ഒരു മക്ബറയുണ്ട്. അപ്പോൾ ഈ ഷാദുലി പള്ളിയിൽ അതിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ഇൻസ്ക്രിപ്ഷൻ, ഒരു വൂഡൻ മരത്തിലുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ലഭ്യമായിട്ടുണ്ടായിരുന്നു. അത് പള്ളിയിൽ നിന്നല്ല, ഒരു ഗോഡൗണിൽ നിന്നാണ് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങൾ വായിക്കുകയും പള്ളി പുനർനിർമ്മിച്ചതിനെക്കുറിച്ചും അത് പിന്നെ ഷാദുലി ഇമാം ഷാദുലി അവരുടെ പേരിൽ നിർമ്മിച്ചതാണ് എന്ന് കൃത്യമായി എഴുതുകയും അതിൻ്റെ വർഷവും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എപ്പിഗ്രാഫി കോൺഫറൻസ് ഓഫ് ഇന്ത്യ അതിൽ ഞാൻ അവതരിപ്പിക്കുകയും അത് പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനത് സൂചിപ്പിക്കുന്നതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ഉപാദാന സാമഗ്രികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പല പള്ളികളിലും അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടോ ഉള്ള ഇൻസ്ക്രിപ്ഷൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് മെറ്റീരിയലാണ്. എപ്പോൾ നിർമ്മിച്ചു, ആര് നിർമ്മിച്ചു, ആരുടെ സാമ്പത്തിക സഹായത്തിൽ നിർമ്മിച്ചു, ആരുടെ പേരിൽ നിർമ്മിച്ചു എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻസ്ക്രിപ്ഷൻസ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പലയിടത്തും ഇപ്പോൾ അത്തരം
ആ രീതിയിലുള്ള ഇൻസ്ക്രിപ്ഷൻസ് ലഭിക്കും. മാനുസ്ക്രിപ്റ്റ് പോലെ തന്നെ പ്രധാനമാണ് ഈ ഉപാദാന സാമഗ്രികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പ്രിസർവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ ഒരു ആർട്ടിക്കിള് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ കോഴിക്കോടിൻ്റെ തീരപ്രദേശങ്ങളിൽ മാത്രമല്ല ശരിക്ക് ഈ ത്വരീഖത്തിൻ്റെ വ്യാപനം ഉണ്ടാവുന്നത്. കേരളത്തിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങളിലും ഈ പറയുന്ന വ്യാപനം ഉണ്ടായിട്ടുണ്ട്. അവരുടെ തെർബിയത്തിലും അവരുടെ പ്രബോധന രീതികളിലും കേരളീയ ജനത വളരെയധികം സമ്പന്നമായിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൺക്ലൂഷൻ എന്ന നിലയിൽ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താല്പര്യം കേരളത്തിലെ മുസ്ലിമീങ്ങളെക്കുറിച്ച്, അവരുടെ പാരമ്പര്യത്തെക്കുറിച്ച് ധാരാളം പഠന സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ പാനലിസ്റ്റുകളായിട്ടുള്ള രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ നിരവധി സ്രോതസ്സുകൾ, ചരിത്ര ഉപദാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ഉപദാനങ്ങളെ അക്കാദമിക് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അക്കാദമിക് ഭാഷയിൽ അവതരിപ്പിക്കുകയും കേരളത്തിൻ്റെ ചരിത്രത്തെ ചിലപ്പോൾ നമ്മളൊന്ന് പുനഃക്രമീകരിക്കുന്ന രീതിയിലേക്ക് മാത്രം അതിന് സാധ്യതകളുണ്ട് എന്നാണ് ഈ ചർച്ച നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഒരു കൺക്ലൂഷൻ. ഈ ചർച്ചയുടെ പ്രചോദനം ഉൾക്കൊണ്ട് കൂടുതൽ പഠനങ്ങൾ ഉയർന്നു വരികയും അതിന് പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം രൂപപ്പെടുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഈ ചർച്ചയോട് അവസാനിപ്പിക്കുന്നത്. ഷാദുലി, സുഹ്റവർദി, നക്ഷബന്ദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ പഠനങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആലോചനകളിൽ ഈ രണ്ട് പാനലിസ്റ്റുകളെയും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുകയും കൂടുതൽ വിശാലമായിട്ടുള്ള പഠനങ്ങൾ സാധ്യമാവുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അവയെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ വഴിയുടെ അനിവാര്യത ഒരു വ്യക്തിയിൽ എത്രമാത്രം ഉണ്ട്, ആ അനിവാര്യതയുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ വഴികൾ ഇങ്ങനെ അടഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് എന്നൊന്ന് പറഞ്ഞാൽ. വിഷയത്തിൻ്റെ ഭാഗമല്ല, നമ്മളിവിടെ ചരിത്രമാണ് ചർച്ച ചെയ്യുന്നത്. വഴികളെക്കുറിച്ച് അദ്കിയയിലൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. അതായത് എല്ലാവരുടെയും ലക്ഷ്യമെന്നാണ്, ഒരൊറ്റ ലക്ഷ്യത്തിലേക്കുള്ള പല വഴികൾ എന്നതാണ്. അപ്പോൾ അത് ചില പ്രധാനപ്പെട്ട ആളുകൾ വരുമ്പോൾ അവരിലേക്ക് ആ പേര് ചേർക്കപ്പെടും. ഇപ്പോൾ നക്ഷബന്ദിയത്തിനെ കുറിച്ച് തന്നെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ നക്ഷബന്ദിയ താനൂരി അവരുടെ അലിഫാദത്തുൽ ഖുദ്സിയയിലാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അതിൽ വിവിധ പേരുകളിൽ അറിയപ്പെട്ടതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരാൾ വരുമ്പോൾ, ആ സിൽസിലയിൽ പ്രധാനപ്പെട്ട ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ചേർക്കപ്പെടും. ഇപ്പോൾ നക്ഷബന്ദി ഇമാം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ചേർക്കപ്പെട്ടു. പിന്നീട് സർഹിന്ദി ഇമാം വന്നപ്പോൾ മുജദ്ദിദിയ എന്നറിയപ്പെട്ടു. പിന്നീട് ഖാലിദ് നക്ഷബന്ദി ബഗ്ദാദി തങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെട്ടു ഖാലിദിയ എന്നായി. അങ്ങനെ അതിൽ പ്രത്യേകിച്ച് വൈരുദ്ധ്യങ്ങളോ മറ്റോ ഒന്നും അതിൽ വരുന്നില്ല. എല്ലാം ഒരേ ലക്ഷ്യത്തിലേക്കുള്ള വിവിധ വഴികളാണ്. വിഷയവുമായി ബന്ധമില്ലെങ്കിലും ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഷാദിലി ത്വരീഖത്തും ഖാദിരിയ ത്വരീഖത്തിൻ്റെയൊക്കെ തുടക്കം ആരാണെന്ന് പറഞ്ഞു, അറിയപ്പെടുന്നതാണ്. പക്ഷേ നക്ഷബന്ദി ത്വരീഖത്ത് ഇമാം റബ്ബാനി തങ്ങളെ പറയുന്നുണ്ടെങ്കിലും അതിനേക്കാളും മുമ്പുണ്ടല്ലോ, അത് ആരാണെന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ. ബഹാവുദ്ദീൻ മുഹമ്മദ് നക്ഷബന്ദി എന്നവരാണ് അതിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം ഹിജറ 717 ജനിക്കുന്നത്. ഹിജറ 791 റബീഉൽ അവ്വൽ 3 അദ്ദേഹം വഫാത്താകുന്നത്. ഒരുപാട് കേരളത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മസാർ സിയാറത്ത് ചെയ്യാൻ പല ആളുകളും പോകാറുണ്ട്. ഉസ്ബെക്കിസ്ഥാനിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശേഷമാണ് നക്ഷബന്ദിയ എന്ന പേര് ആ ത്വരീഖത്തിന് വരുന്നത്. നക്ഷബന്ദിയ ത്വരീഖത്തിൻ്റെ ഒരു പ്രത്യേകത, മറ്റുള്ള മിക്ക ത്വരീഖത്തുകളും ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിച്ചേരുന്നതെങ്കിൽ ഈ നക്ഷബന്ദിയ ത്വരീഖത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അതാണ് അതിനുള്ള ഒരു വ്യത്യാസം. ഈ മക്തൂബാത്ത് ഇമാം റബ്ബാനി എന്നുള്ള ഒരു ഗ്രന്ഥം ഉണ്ടല്ലോ, അതിൻ്റെ മലയാളം അവൈലബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് പറയാണ്. കേരളത്തിലെ ഇമാം റബ്ബാനി തങ്ങളുടെ പേരിൽ ഒരു ക്യാമ്പസ് വർക്ക് ചെയ്യുന്നത് ഷെയ്ഖുൽ ഉസ്താദിൻ്റെ നാട്ടിൽ കാന്തപുരത്താണ്. അപ്പോൾ അവിടുത്തെ ക്യാമ്പസിലൊരു ആവശ്യത്തിന് വേണ്ടി ഇതിൻ്റെ മലയാളം പ്രതികൾ പൂർണ്ണമായിട്ട് അവൈലബിൾ ആണോ എന്നൊരു അന്വേഷണം ഞങ്ങളെ പഠന കാലഘട്ടത്തിൽ നടത്തിയിരുന്നു. അന്ന് ലഭ്യമല്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതിനെ തുടർന്ന് അതിലെ തിരഞ്ഞെടുക്കപ്പെട്ട ചില കത്തുകളുടെ ഒരു വിവർത്തനം ആ ക്യാമ്പസിൽ തയ്യാറാക്കുകയും ഇന്നത് അവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പുറത്തേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് അത് കൂടുതൽ പ്രബോധനാർത്ഥമുള്ള വലിയൊരു മാതൃകാപരമായിട്ടുള്ള കത്തുകളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ അത് ഏറ്റെടുത്താൽ വലിയ
ജനങ്ങൾക്ക് വലിയൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആവും എന്നാണ് പറയാനുള്ളത്. ഇവിടെ ഈ സുഹ്റവർദ്ദീയത്തിനെ കുറിച്ച് 2 പാനലിസ്റ്റുകളും സൂചിപ്പിച്ചു. ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞതല്ലാത്ത വല്ല അക്കാഡമിക് പഠനങ്ങളോ അങ്ങനെ എന്തെങ്കിലും പഠനങ്ങൾ എന്തെങ്കിലും സുഹ്റവർദ്ദീയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയണ്ടേ. ഞാൻ ആ ക്യാപ്ഷൻ കണ്ടുകൊണ്ടാണ് ഈ പരിപാടിക്ക് തന്നെ വന്നത്, സുഹ്റവർദ്ദി എന്നുള്ള. പുറത്തിയിൽ നിന്ന് സുഹ്റവർദ്ദീയത്തിൻ്റെ ഔറാദുകൾ ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കൂത്തുൽ അർവാഹി എന്നാണ് അതിൻ്റെ പേര്. പുറത്തിയിൽ നിന്നാണ് അത് പ്രസിദ്ധീകരിച്ചത്. അതുപോലെ തന്നെ പുറത്തിയിൽ ചരിത്രം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതാണിപ്പോൾ നമുക്കതിൽ വിഷയത്തിൽ കാണുവാൻ സാധിച്ച 2 സോഴ്സുകൾ. കൂടുതൽ അതിനെക്കുറിച്ച് അറിയൂല. എൻ്റെ അറിവിൽ യൂണിവേഴ്സിറ്റിയിലെ മലൈബാർ ഫൗണ്ടേഷൻ്റെ കീഴിൽ പുറത്തിൽ ഷെയ്ഖിനെ കുറിച്ച് ഒരു പുസ്തകം വരാനിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സുഹ്റവർദി ത്വരീഖത്തിനെ കുറിച്ചുള്ള ഒരു ആമുഖം പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അക്കാദമിക് വർക്കായിട്ട് അത് വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. നിലവിൽ ഈ പറഞ്ഞതുപോലെ ഒരു മികച്ചൊരു അക്കാദമിക് വർക്ക് ശ്രദ്ധിച്ചിട്ടില്ല. അത് ഇപ്പോൾ കൂടുതൽ സ്രോതസ്സുകളുണ്ട്. അത് ക്രോഡീകരിച്ച് അറബിയും അറബി മലയാളവും അതേപോലെ തന്നെ തസവൂഫി ആയിട്ടുള്ള ഞാനും ഉള്ള ഒരാൾ മുന്നോട്ട് വരിക എന്നുള്ളതാണ് നേരത്തെ ഈ ചർച്ചയുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺക്ലൂഷൻ തന്നെ. കൂടുതൽ ഇതിലൊക്കെ ധാരണയുള്ള ആൾക്കാർ മുന്നോട്ട് വന്നാൽ പൊതുജനത്തിന് ഒന്നുകൂടി ഇതിൻ്റെ ഒരു അറിവിൻ്റെ ഒരു ജനകീയവൽക്കരണം സാധ്യമാവും എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഒരു അനുബന്ധം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ പാനലിസ്റ്റുകൾ ഉണ്ടെങ്കിലും ഈ നേരത്തെ ഇവിടെ പറഞ്ഞു അബുൽ നജീബ് സുഹ്റവർദി. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഒരു സിൽസിലുണ്ട് യഥാർത്ഥ കേരളത്തിൽ. കൊണ്ടോട്ടി മുഹമ്മദ് ഷാ, അതായത് മുഖ്യധാര സൂഫിസത്തിന് മുഖ്യധാര ഇസ്ലാമിന് പുറത്താണെങ്കിലും ഒരു അക്കാഡമിക് എന്ന നിലയ്ക്ക് അതിനോട് കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനതിനെക്കുറിച്ചുള്ള ചെറിയ അന്വേഷണങ്ങൾ എനിക്ക് മനസ്സിലായത് ഈ അതിൻ്റെ ഖാദിരി ആയിട്ടുള്ള അവരുടെ സിൽസില പോകുന്നത് അബുൽ നജീബ് സുഹ്റവർദിയിലേക്കാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അന്വേഷണത്തിൽ. അബുൽ നജീബ് സുഹ്റവർദിയിലെത്തി പിന്നെ അവിടുന്ന് നേരെ അബ്ദുൽ ഖാദിർ ജീലാനിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പുറത്തിയിലെ അൽ ഖാദിരിയത്തുൽ ഹമദാനിയത്തുൽ കുബറവിയ പുറത്തിൽ വഴിക്ക് വന്ന അതിൻ്റെ സിൽസിലയിലും ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു ഖാദിരിയത്തിൻ്റെ ഒരു ഫറായി വന്നതാണോ എന്നാണ് ബലമായി മനസ്സിലാക്കുന്നത്. കുബ്രവി മശായിഖന്മാരിലൂടെയാണ് യഥാർത്ഥത്തിൽ കൊണ്ടോട്ടി തങ്ങന്മാരുടെ ഖാദിരി സിൽസില വരുന്നത്. അതായത് നജമുദ്ദീൻ കുബ്ര, അതേപോലെ അവരുടെ ഉസ്താദായിട്ട് വരുന്ന അമ്മാർ അൽ യാസിർ, പിന്നെ ഈ കശ്മീരുള്ള ഷാഹ ഹംദാൻ, ഇങ്ങനെ ആണ് വരുന്നത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ ഈ അവരെക്കുറിച്ചുള്ള ഷിയ ആരോപണങ്ങൾക്കൊക്കെ ഉള്ള മറുപടിയൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ബി കെ എഫിൻ്റെ ഭാഗമായിട്ട് തന്നെ സുലൈമാൻ ഫൈസി ഉസ്താദിൻ്റെ ഒരു സെഷൻ കൊണ്ടോട്ടി അതിനെ എതിർത്തുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ വിശദീകരണം ലഭിക്കുന്ന തോന്നുന്നത്. 11 മണിയായിട്ടുണ്ട് അടുത്ത സെഷനുള്ള ആൾക്കാർ വന്നതുകൊണ്ടും. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഈ അന്വേഷണങ്ങൾക്ക് തുടർച്ച ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.